ഒരു വികസിത നാടാണ്. സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ മുന്നിൽ, പല കാര്യത്തിലും ലോകത്തിന് മാതൃകയാണ്. ആ നാട്ടിൽ ആ നാടിന്റെ മുഖ്യമന്ത്രി ബോഡി ഷേമിംഗ് നടത്തുന്നത് അംഗീകരിക്കാനാകുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉറച്ച ഉത്തരം. സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻ വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. ബോഡി ഷേമിംഗ് അല്ലേ ആ വാചകം? വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ലാത്തത്ര അധിക്ഷേപമാണത്. 8 അട്ടിവെച്ച പോലെ അത്രയും ഉയരമുള്ള ഒരാളെന്നാണ് മുഖ്യമന്ത്രി പരിഹാസത്തോടെ പറയുന്നത്. ഉയരം കുറഞ്ഞത് എന്ന് മുതലാണ് പരിഹാസത്തിനുള്ള കാരണമായത്? പലരും മുഖ്യമന്ത്രി ഉന്നം വെച്ചത് നജീബ് കാന്തപുരത്തെയാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി നജീബ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല പിണറായി. അത്രയും എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീട് പോകും. ഈ വാച്ചൻ വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീട് പോകുന്നയാളാണ്. അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ല, നല്ല ആരോഗ്യമുള്ള ആളല്ലേ? നാടൻ ഭാഷയാണെന്ന ന്യായീകരണം മതിയാകെ വരും. ഉയരം മാത്രമല്ല, വിശദീകരിക്കാൻ വിളിച്ചപ്പോൾ ഒരാളുടെ ആരോഗ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് ആർക്കും എപ്പോൾ വേണമെങ്കിലും അനാരോഗ്യം വരാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് കേരളത്തിന് ക്ലാസ് എടുക്കുന്ന പാർട്ടിക്കാരുടെ പൊടി പോലും പിന്നെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കൈയടിക്കുന്ന ഭരണപക്ഷം എന്ത് സന്ദേശമാണ് പുരോഗമന കേരളത്തിന് നൽകുന്നത്?